ഹലോ നമസ്തേ, കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്? നമ്മുടെ അയാം ഗെയിം സിനിമയുടെ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ദുൽഖറിന്റെ ഒരു തിരിച്ചുവരവാണ് അല്ലേ? മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ്. കുറെ നാള് പുറത്ത് കിടന്ന് കറക്കമൊക്കെ ആയിരുന്നു. പിന്നെ കുറെ പുറത്തായാലും കുറെ ഹിറ്റുകളൊക്കെ തന്ന ഒരു നമ്മൾ മലയാളത്തിന്റെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ദുൽഖർ സൽമാൻ. ഇപ്പം പക്ഷെ അവസാനം ഇറങ്ങിയ കാന്ത ആദ്യമൊക്കെ നല്ല റിവ്യൂ വന്നു, പക്ഷെ അങ്ങ് പിന്നീട് അങ്ങോട്ട് കയറിയില്ല. അത് എല്ലാരെയും ഒരു കപ്പ് ഓഫ് ടീ കണക്കുള്ള ഒരു സിനിമയല്ല, കുറച്ചും കൂടെ പഴയ ഒരു. പക്ഷെ ഈ ദുൽഖർ എന്താണ് എല്ലാത്തിലും ഈ വിന്റേജ് പിടിക്കണമെന്നാണ്. എല്ലാ പടത്തിലും എല്ലാത്തിലും ഒരു 90s 80s. ഇതിനകത്ത് നോക്കുമ്പോഴും ആ ഒരു ഫീല് കിട്ടണുണ്ട് കേട്ടോ. ഒരു റെട്രോ ലുക്കാണ് നമ്മളെ ഫസ്റ്റ് ലുക്കിൽ വന്നേക്കണത്. അതൊരു റെഡ് സംഭവം, ബാക്കിൽ ഫുള്ള്. ഇത് വിദേശമാണോടാ? തന്നെ വിദേശികളൊക്കെയാണ് നിൽക്കുന്നത്. ഏതോ ഒരു മറ്റേ ഇതുപോലത്തെ ഒരു ബാറൊക്കെ പോലത്തെ നമ്മുടെ മറ്റേ ആടില് ഹോങ്കോങ് അതുപോലത്തെ ഒരു സെറ്റപ്പ്. അപ്പം നമ്മൾ ദുൽഖറിനാരം പറയുകയാണെങ്കിൽ ഇപ്പൊ കുറുപ്പ്, കിങ് ഓഫ് കൊത്ത, പിന്നെ മറ്റേ ലക്കി ഭാസ്കർ, കാന്ത. അതൊക്കെ നല്ല പടം. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇത്രയും എല്ലാ ഒരു റെട്രോ ഫീൽ വരുന്ന സിനിമകളായിരുന്നു. എല്ലാം അത് തന്നെ 90s 80s കാലഘട്ടം തന്നെ. ലക്കി ഭാസ്കർ അത് തന്നെ, റെട്രോ സ്റ്റാർ ആയിട്ട് മാറി. അത് തന്നെ, എല്ലാം അത് തന്നെ. അപ്പൊ ഈ സിനിമ റെട്രോ ആണല്ലേ? നമുക്കൊരു ഒഫീഷ്യലി സംഭവം ഒന്നും വന്നില്ല, വേറെ കാര്യങ്ങളൊന്നും വന്നില്ല. ആകെ കൂടി അറിയാന്നുള്ള പലരുടെയും ഇതിനകത്തുള്ള സിനിമയിൽ വർക്ക് ചെയ്ത പലരും പറഞ്ഞത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മേ ബി ഒരു ക്രിക്കറ്റ് ഗെയിമുമായിട്ട് മറ്റേ നമ്മൾ 24 വാച്ചൊക്കെ തിരിക്കും കണക്കിന് അത് കണക്ക് വല്ല പരിപാടി. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റേ വാതുവെപ്പൊക്കെ ഇല്ലേ, ചിലപ്പോൾ അതായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം. ശരിയാണല്ലേ? ഇപ്പം അങ്ങനെ ഒരു പോസ്റ്റർ വന്നപ്പോ ബോൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ ഒരു പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഫാൻമെയ്ഡ് ആണെന്ന് അറിയിക്കൂടാ, അത് കണ്ട് അത് തന്നെ. അപ്പം പിന്നെ അതിനകത്ത് ആരൊക്കെയാണ് നമ്മുടെ എന്താണ്, പിന്നെ ഡയറക്ടർ പിന്നെ നമ്മുടെ മ്യൂസിക് ജാക്സ് ബിജോയ് ആണ്. പിന്നെ എഡിറ്റർ ചമൻ ചാക്കോ. അത് കഴിഞ്ഞ് ഫൈറ്റ് അൻബർവാണ്. അത് RDX-ലായിരുന്നു, കിടിലൻ ഫൈറ്റ് ആയിരുന്നു. അപ്പൊ ഇതിലും അതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ലുക്കിൽ വരുമ്പോ പ്രതീക്ഷിക്കാം കുറെ കാര്യങ്ങൾ. പുള്ളിയുടെ ഒരു സ്വാഗ് എന്തായാലും എനിക്ക് മറ്റേ അതിലുണ്ടല്ലോ കുറുപ്പില് ഒരു എയർപോർട്ട് എൻട്രിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് എന്ത് ലുക്കാണ് പുള്ളി. ഇപ്പം സുഷിൻ ശ്യാമൊന്ന് ഡൗൺ ആയിട്ട് നിൽക്കുമ്പം നമ്മുടെ ജെയ്സ് ബിജോയും മുജീബ് മജീദും ഒക്കെയാണ് മ്യൂസിക്കില് കട്ടക്കേറി നിൽക്കുന്നത്. ഇതിനകത്ത് ജെയ്സ് ബിജോയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു എഫക്റ്റിനകത്ത് കിട്ടും തീർച്ചയായിട്ടും. എല്ലാവരും നല്ല ഓണായി നിൽക്കുന്ന സമയമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തോക്കം പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, പൊട്ടിക്കാൻ. ഇത് കണ്ട ഇവിടെ താഴെ കണ്ട മറ്റേ കാർഡ് പറക്കണം. കാർഡ് ഇവിടെ മറ്റേ ഡോളേഴ്സ് ഒക്കെ ഇല്ലേ? അത് മറ്റേ കാർഡാണ്. ഇത് ഡോളർ. ഇത് കെട്ട് കണക്കുള്ള ഡോളറാണ് ഇത്. ഞാൻ പറഞ്ഞ സാധ്യതയുണ്ട്. അയാം ഗെയിം എന്നുള്ള പേരും പിന്നെ ഈ പുള്ളിയുടെ ലുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നമ്മുടെ ഖലീഫ സിനിമയില്ലേ പൃഥ്വിരാജിന്റെ, അത് ഈ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. കളർ ഗ്രേഡിന്റെ വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നോക്കിയാൽ പേര് അയാം ഗെയിം, ഞാനാണ് ഇവിടെ ഗെയിം, ഞാൻ പറയണ പോലെ നടക്കും, അങ്ങനത്തെ ഒരു പരിപാടി ഒക്കെ നോക്കാം. അപ്പൊ അതൊക്കെയാണ് എന്റെ പരിപാടികള്. അപ്പം ഫസ്റ്റ് ലുക്ക് ഇതാണ്. ഇപ്പഴാണ് നമ്മൾ ലുക്ക് ശരിക്കും കണ്ടത്, കൊള്ളാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്താണ് ദുൽഖറിന്റെ ഒരു മലയാളത്തിലൊരു കംബാക്ക് ചിത്രമായിട്ട് വരണമെന്ന് എല്ലാവിധ ആശംസകളും അല്ലേ. അപ്പം പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കട്ടിയാണ്. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കപ്ലിക്സ് ഉടനെ വരാം. ഉടനെ വരുന്നവരെ അൻറ്റിൽ ദെൻ ലൈക്ക്.